ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അദ്ദേഹത്തെ നിരന്തരം പരിക്ക് വേട്ടയാടുന്നത് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. സാന്റോസിന് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. നെയ്മർ പോയതിനു ശേഷം വളരെ മോശം പ്രകടനമാണ് സാന്റോസ് നടത്തുന്നത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 3 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. നെയ്മർ ട്രെയിനിങ് പുനരാരംഭിച്ചു എന്ന കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴിതാ നെയ്മറുടെ കാര്യത്തിൽ ഒരു സന്തോഷ വാർത്ത പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. അതായത് 23-ാം തീയതി സാന്റോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കാൻ സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: കോപ്പാഡോ ബ്രസീലിൽ അടുത്ത ആഴ്ചയിൽ സാന്റോസ് CR-ബിക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിന് വേണ്ടി നെയ്മർ ടീമിനോടൊപ്പം മാസിയോയിലേക്ക് ട്രാവൽ ചെയ്യും. വരുന്ന 23-ാം തീയതിയാണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിൽ കുറച്ചു നേരം നെയ്മർ കളിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ചിലപ്പോൾ ഒരു പകുതിയെങ്കിലും നെയ്മർ കളിച്ചേക്കും. ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പിൽ സാന്റോസ് അടുത്തതായി കൊണ്ട് മത്സരം കളിക്കുന്നത് കൊറിന്ത്യൻസിനെതിരെയാണ്. വരുന്ന 19-ാം തീയതിയാണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല. പക്ഷേ 23-ാം തീയതിയിലെ മത്സരത്തിൽ നെയ്മർ കളിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഗ്ലോബോ പറയുന്നത്. ഇത് ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം മെയ് 26-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിനെ പ്രഖ്യാപിക്കുക. ആ ടീമിൽ ഇടം നേടാൻ നെയ്മർക്ക് കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ജൂൺ ആദ്യ വാരത്തിലാണ് 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നത്. നെയ്മർ 23-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം ജൂണിലെ മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യതകളും ഏറെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.